ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളറിയാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ നമുക്ക് വേണ്ടി സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നോർത്ത് നമ്മൾ വ്യാകുലപ്പെടാറുമുണ്ട്. അവിചാരിത കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മുടെ യാത്ര മുടങ്ങിയിട്ടില്ലേ? ആ മുടക്കത്തിന്റെ പിന്നിൽ ചില അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ജോലി നഷ്ടപ്പെട്ടു, അത് വലിയൊരു ദുഃഖമാണ്. പക്ഷേ അതിനേക്കാൾ മെച്ചമായ മറ്റൊന്ന് ദൈവം തന്നു. ഇതൊക്കെ ദൗർഭാഗ്യങ്ങളും ആകസ്മികങ്ങളും എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. അതൊക്കെ ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തിന്റെ ഭാഗമാണ്. രൂത്ത് 2-ാം അധ്യായം. രൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി. എലീമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. അമ്മയ്ക്കും തനിക്കും ഉപജീവനമാർഗം തേടി ഇറങ്ങിയതാണ് രൂത്ത്. അവൾ എത്തിച്ചേർന്നത് ബോവസിന്റെ വയലിലാണ്. അതൊരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല, ആകസ്മികവുമായിരുന്നില്ല. ദൈവത്തിന്റെ വഴി നടത്തൽ ആയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തെപ്പറ്റി 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1, നമ്മുടെ ചുവടുവയ്പ്പുകളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. സ്വർഗത്തിൽ നിന്നും ഇതിലേ പോവുക എന്ന ശബ്ദമൊന്നും രൂത്ത് കേട്ടില്ല. അവൾക്ക് പ്രത്യേകിച്ച് ദർശനവും ഉണ്ടായില്ല. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് നവോമിയോട് രൂത്ത് ചോദിച്ചു. നവോമി അവളെ അനുവദിച്ചു. രൂത്ത് വിശ്വാസത്തോടും വിനയത്തോടും കൂടെ യാത്ര തുടർന്നു. ദൈവം അവളെ അനുഗ്രഹ വയലിലേക്ക് വഴി നടത്തി. വഴിതെറ്റിയാലും നാവിഗേഷൻ സിസ്റ്റം നമുക്ക് വഴി പറഞ്ഞു തന്ന് നേർവഴി കാണിക്കാറുണ്ട്. ഇത് വാഹനയാത്രക്കാർക്ക് വലിയൊരു സൗകര്യമാണ്. അതുപോലെ ദൈവത്തെ അനുസരിക്കുന്നവരെയും നേരായി നടക്കുന്നവരെയും ദിവ്യ പദ്ധതിയിലൂടെ ദൈവം തന്റെ ലക്ഷ്യത്തിലേക്ക് നടത്തുമെന്നാണ് സദൃശ്യവാക്യം 16-ാം അധ്യായത്തിലെ പ്രബോധനം. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ദൈവത്തിന്റെ വിശുദ്ധ പദ്ധതികളിൽ വിശ്വസിക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹകരമായി വഴി നടത്തും. ഭാവിയിലെ മുഴുവൻ കാര്യങ്ങളും പദ്ധതികളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നില്ല. നമ്മുടെ ചെറിയ തീരുമാനങ്ങൾ പോലും ദൈവത്തിന്റെ വലിയ പദ്ധതിക്കായി ദൈവം പ്രയോജനപ്പെടുത്തും. ദൈവം സാധാരണ സംഭവങ്ങളെ അത്ഭുതത്തിനുള്ള ഉപാധികളായി പ്രയോജനപ്പെടുത്താറുണ്ട് എന്നതാണ് 2-ാമത്തെ കാര്യം. ആഹാരത്തിനുള്ള മാർഗം തേടി ഇറങ്ങിയതായിരുന്നു രൂത്ത്. പക്ഷേ ദൈവം അവളുടെ വഴിയിൽ വീണ്ടെടുപ്പുകാരനായ ബോവസിനെ നിർത്തി. ഒരു സാധാരണ സംഭവത്തിലൂടെ
അസാധാരണ സംഭവത്തിലേക്കുള്ള വഴി ദൈവം തുറന്നു. ഇതുതന്നെയാണ് റോമലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തരുന്ന പ്രത്യാശ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഒരു സ്ത്രീ അവളുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരിക്കൽ അവൾക്ക് ഫ്ലൈറ്റ് മിസ്സായി. അടുത്ത ഫ്ലൈറ്റിനു വേണ്ടി ഹോട്ടലിൽ താമസിച്ചു. ഹോട്ടലിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരമ്മയെ പരിചയപ്പെട്ടു. അവളെ ആശ്വസിപ്പിക്കാനും ക്രിസ്തുവിലേക്ക് നയിക്കാനുമൊക്കെ ആ കൂടിക്കാഴ്ച നിമിത്തമായി. ഫ്ലൈറ്റ് മിസ്സായതും അടുത്ത ഫ്ലൈറ്റിനു വേണ്ടി കാത്തിരുന്നതുമൊക്കെ ദിവ്യ പരിപാലനത്തിന്റെ ഭാഗമായിരുന്നു. 2 ഫ്ലൈറ്റുകളുടെ സമയത്തിനിടയിൽ ഒരാത്മാവിനെ നേടുവാനുള്ള ഒരു പ്രത്യേക ശുശ്രൂഷ ദൈവം അവൾക്കായി ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സായത് ഒരു നഷ്ടമായില്ല. നമ്മൾ ദൈവത്തോടു കൂടി നടക്കുമ്പോൾ ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ ഒരുപക്ഷെ ദൈവത്തിന്റെ ഡിവൈൻ പ്രോവിഡൻസിന്റെ ഭാഗമായിരിക്കാം. അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് താൽക്കാലിക നഷ്ടങ്ങളിൽ നമ്മൾ നിരാശപ്പെടരുത്. നിർബന്ധ ബുദ്ധിയോടെ സ്വന്തം ഇഷ്ടത്തിന്റെ വഴി തിരഞ്ഞെടുക്കരുത്. പ്രാർത്ഥനയോടെ ദൈവം നൽകുന്ന ദിശാബോധത്തിനായി വിനയപൂർവം കാത്തിരിക്കണമെന്നാണ് സദൃശ്യവാക്യത്തിലെ ഉപദേശം. 3-ാം അധ്യായം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ വഴികളിലും ദൈവ വിചാരത്തോടെ മുന്നോട്ടു പോകണം. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ദിവ്യ പരിപാലനത്തിന്റെ വഴികളിൽ സഹനങ്ങളും വേദനകളും ഉണ്ടായേക്കാമെന്നതാണ് 3-ാമത്തെ കാര്യം. രൂത്തിന് ഭർത്താവ് നഷ്ടപ്പെട്ടു. സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്നു. കയ്യിലൊന്നുമില്ലാതെ, ആരും ആശ്രയമില്ലാതെ അപരിചിത ദേശത്ത് കഷ്ടപ്പാടിലായി. അവിടെ വെച്ചാണ് അവളുടെ ജീവിതത്തിൽ ദൈവം വലിയ മാറ്റങ്ങളുണ്ടാക്കിയത്. അനുഗ്രഹ വയലിലേക്ക് അവളെ കൈപിടിച്ച് നടത്തിയത്. നമ്മുടെ ദുഃഖവും സഹനവും കണ്ണുനീരുകളും ഒരിക്കലും നിഷ്ഫലമാവില്ല. അതൊക്കെ ദൈവത്തിന്റെ വിസ്മയ പദ്ധതികൾക്കായി ദൈവം പ്രയോജനപ്പെടുത്തും. ഈ സാക്ഷ്യമാണ് പഴയ നിയമത്തിലെ ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയ്ക്കായി മാറ്റി. ഇന്ന് കാണുന്നതുപോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും ദൈവത്തിന്റെ ദിവ്യ പദ്ധതി ഉണ്ടായിരിക്കും. അതൊരിക്കലും ആകസ്മിക സംഭവങ്ങളല്ല. യു ആർ അണ്ടർ ഡിവൈൻ മാനേജ്മെന്റ്. ലഭിക്കാതെ പോയ ജോലി, കണ്ടുമുട്ടിയ സുഹൃത്ത്, അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു ഫോൺ കോൾ,
ഇതൊക്കെ ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തിന്റെ കൈമുദ്രയുള്ള ജീവിതാനുഭവങ്ങളാണ്. തിരുവചനത്തിന്റെ വഴിയിലൂടെ ദൈവാശ്രയത്തോടെ നമ്മൾ യാത്ര തുടരണം. നേരായി നടക്കുന്നവർക്ക് ദൈവം നന്മയൊന്നും മുടക്കില്ല. ദൈവം നമ്മുടെ കാലടികളെ നിത്യജീവന്റെ വഴിയിലേക്കും വിശാലതയിലേക്കും നടത്തും. പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും സങ്കീർത്തനക്കാരന്റെ ശ്രേഷ്ഠ സമർപ്പണ പ്രാർത്ഥനയോടെ നമുക്ക് ജീവിതം ആരംഭിക്കാം. 139 സങ്കീർത്തനം. ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ നടക്കുന്നത് എന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.